ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ സാറേ. അയ്യോ, എന്ത് പറ്റി? കയ്യിൽ സൂചി ഉണ്ടല്ലോ സാറേ. ഒരു ബ്ലഡ് വരുന്നുണ്ടല്ലോ, രക്തം വരുന്നുണ്ടല്ലോ. എന്ത് ചെയ്യണം സാറേ? അതല്ലേ, അതുകൊണ്ട് നിങ്ങൾ അത് പ്രതിരോധ ഇഞ്ചക്ഷൻ ചെയ്യണം. അതുകൊണ്ട് ART സെന്ററിൽ പോയി ഇന്ന് തന്നെ ചെയ്തിട്ട് 72 മണിക്കൂറിനുള്ളിൽ അത് ചെയ്യണം. അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോ നിങ്ങൾ ഇന്ന് തന്നെ പോകണം. പോയിട്ട് ചെയ്യാലോ. ശരി സാറേ. ശരി ശരി. നേരിൽ കൊണ്ടുപോയി. ഞാനൊക്കെ എത്ര ഉണ്ടാക്കണതാ. വലിയ പേടിയാവുന്നില്ല. പിന്നെ സാറ് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞല്ലേ, പോയേക്കാം. വലിയ കാര്യമൊന്നുമില്ല. കാലൊന്ന് മടക്കി, കാല് മടക്കിക്ക്. കാല് മടക്കാൻ പറ്റുന്നുണ്ടോ? വേദനയുണ്ടോ? മാക്സിമം മടക്കാൻ പറ്റുന്ന മടക്കിക്ക്. ഇതിൽ നിന്ന് ഈ ബ്ലഡ് ഒരെണ്ണം എടുത്തിട്ട് 223 ലാബിൽ കൊടുക്കുക. അത് HIV ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മറ്റേ 2 ബ്ലഡ് ഉള്ളത് നമ്മുടെ ലാബിൽ കൊടുക്കുക. റിപ്പോർട്ട് വേഗം തന്നെ വാങ്ങിച്ചിട്ട് വരണം. സർജറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഫ്രാക്ചർ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും സർജറി ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല. അതുപോലെ പേഷ്യന്റ് നല്ല ബ്ലഡ് ലോസും ഉണ്ട്. എല്ലാ പ്രിക്കോഷൻസിലും കൂടി HIV ആണ്. പിന്നെ നമുക്കിപ്പോൾ ഒരു ART കൺസൾട്ടേഷൻ കൊടുക്കാം. കൂടാതെ നമുക്ക് സർജറിക്ക് ശേഷം പേഷ്യന്റ് നമുക്ക് ARTലേക്ക് റെഫർ ചെയ്യാം. എങ്ങനെയുണ്ട് അനിൽ? ഇപ്പോ വേദനയൊക്കെ കുറവുണ്ടോ? വേദന ഉണ്ടോ ഡോക്ടറെ? പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ക്ഷമയോടെ കേൾക്കണം കേട്ടോ. പെട്ടെന്ന് വിഷമിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സർജറിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ രക്തം ഞങ്ങൾ പരിശോധിച്ചിരുന്നല്ലോ, അതിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. താങ്കളുടെ രക്തത്തില് HIV അണുബാധ ഉണ്ടായിട്ടാ കാണുന്നത്. പേടിക്കേണ്ട കാര്യമില്ല. കൃത്യമായ മരുന്ന് കഴിച്ചാൽ ഇതിന്റെ നിങ്ങൾ വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്കും. വിഷമിക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ART സെന്റർ ഇതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആവശ്യത്തിന് വേണ്ടിയാണ് ART സെന്റർ പ്രവർത്തിക്കുന്നത്. വീട്ടിൽ ജീവിക്കാൻ കഴിയുമോ? ഒരു പ്രശ്നമില്ല. കൃത്യമായ മരുന്ന് കഴിച്ചാൽ ഞങ്ങൾ പ്രഷർ ഷുഗറിനൊക്കെ സ്ഥിരം മരുന്ന് കഴിക്കുന്നില്ലേ, അതുപോലെ കൃത്യമായ മരുന്ന് കഴിച്ചാൽ രോഗത്തിന്റെ കാഠിന്യം മാറുന്നു പറയുന്നില്ല, രോഗത്തിന്റെ കാഠിന്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ART സെന്ററിൽ സ്റ്റാഫ് പറയുന്ന കൃത്യമായിട്ട് അനുസരിക്കുക. ഡോക്ടർമാർ പറയുന്ന മരുന്നുകൾ അവരുടെ നിർദ്ദേശാനുസരണം കൃത്യമായി കഴിക്കുക. അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാം.